അവർ ഒരു സ്കേർട്ടൊക്കെ ഇട്ടുള്ള ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അതിൻ്റെ കലഹങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഹാസ് ഇറ്റ്സ് ഓൺ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. എൻ്റെ മുന്നേ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന്. ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 ആഴ്ച മുന്നേ, ഒരു 10-12 ദിവസം മുന്നേ വിരാട് കോഹ്ലിയുടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതായത് വിരാട് കോഹ്ലി അവനീത് കൗർ എന്ന് പറയുന്ന ഒരു ആക്ട്രസിൻ്റെ അല്ലെങ്കിൽ ഒരു മോഡലിൻ്റെ അവർ ഒരു സ്കേർട്ടൊക്കെ ഇട്ടുള്ള ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അതിൻ്റെ കലഹങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് കെട്ടടങ്ങിയിട്ടുണ്ട്, എന്നാലും സംഭവം ഇപ്പോഴും ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിരാട് കോഹ്ലി അൺഇൻറ്റൻഷനലിയോ ഇൻറ്റൻഷനലി ആയിട്ട് ഈ അവനീത് കൗർ എന്ന് പറയുന്ന ഒരു ആക്ട്രസിൻ്റെ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തു, അത്രേ ഉള്ളൂ സംഭവം. പക്ഷേ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തുകൊണ്ട് വിരാട് കോഹ്ലി അത് മറ്റു പല ഇൻറ്റൻഷൻസോട് കൂടിയാണ് ഫോട്ടോ ലൈക്ക് ചെയ്തത്, അനുഷ്ക ശർമ്മനൊക്കെ ടാഗ് ചെയ്തുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മീമുകളും സെലിബ്രിറ്റി ഗോസിപ്പുകളും സോഷ്യൽ മീഡിയ വാറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ത്രൂ ഔട്ടായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളുമുണ്ട്, സോഷ്യൽ മീഡിയ പല രീതിയിൽ വിനിയോഗിക്കുന്ന ആളുകളുമുണ്ട്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആക്ടേഴ്സ്, ഇവരുടെയൊക്കെ റിയൽ ലൈഫും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിരാട് കോഹ്ലിയുടെ ഒരു ഇൻസിഡൻറ്റ്, ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്ത്, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്ത്, അത് ഇൻറ്റൻഷനലി ആയിക്കോട്ടെ അൺഇൻറ്റൻഷനലി ആയിക്കോട്ടെ, അപ്പോൾ വിരാട് കോഹ്ലിക്ക് അറിയുള്ളൂ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു സെലിബ്രിറ്റിയെ വട്ടത്തിൽ അങ്ങോട്ട് എന്താ പറയുക ചർച്ച ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പോലും പേഴ്സണൽ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗോസിപ്പ് വാറ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, അവരുടെ സ്ഥാനത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കരുതിക്കൂട്ടിയോ അല്ലാതെയായിട്ട് ഒരു ബിക്കിനിട്ടൊരു സ്ത്രീയുടെ ഒരു ഫോട്ടോ ലൈക്ക് ചെയ്തു. പിറ്റേ ദിവസം നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നിങ്ങളെ നാട്ടിൽ മൊത്തത്തിൽ ചർച്ച ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് എന്താ പറയുക കളിയാക്കി തൊലി ഒലിപ്പിച്ച് കളയുന്നു. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ പേരും പറഞ്ഞാൽ നിങ്ങളെ ഫോട്ടോ ഒക്കെ വെച്ച് മീംസൊക്കെ ഉണ്ടാക്കിയിട്ട്, നിങ്ങളുടെ പേരും പറഞ്ഞ് ഗോസിപ്പിൻ്റെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് അങ്ങോട്ട് ആർമാദിച്ച് അങ്ങോട്ട് കളിയാക്കുന്ന ആളുകൾ. നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുകയും, നമ്മൾ 1-2 ഫ്രണ്ട്സ് കളിയാക്കുന്ന കാര്യമല്ലേ പറയുന്നത്, ഹോൾ വേൾഡ് കളിയാക്കുന്ന കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്കപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. ഈ സെലിബ്രിറ്റീസും അതുപോലെ തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ എക്സ്പെൻസീവ് കാർസ് ഉണ്ടായിരിക്കാം, ബില്യൺസ് ഓഫ് അവരുടെ കയ്യിലുണ്ടായിരിക്കാം, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ നമ്മളെപ്പോലെ മനുഷ്യരാണ് എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ സെലിബ്രിറ്റീസ് ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ഭാഗമാവാൻ വേണ്ടി അല്ല ഞാൻ സ്പീക്ക് ചെയ്യുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള പെർസ്പെക്റ്റീവ്, ആസ് എ ഹ്യൂമൻ എന്നുള്ള പെർസ്പെക്റ്റീവാണ് ഞാൻ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എത്രത്തോളം ഡേഞ്ചറസ് ആയിരിക്കും അത്. ഇപ്പോൾ ഇത്തരം സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ട്, ഇങ്ങനത്തെ ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ട് അവരെ മെൻ്റൽ ഹെൽത്തിനെ വല്ലാതെ ബാധിച്ച ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും റിയൽ ലൈഫിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയി പോയ ആളുകളുണ്ട്. അവരെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ച ആളുകളുണ്ട്. അവരുടെ വൈവാഹിക ബന്ധങ്ങളെ ബാധിച്ച ആളുകളുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മളാകുന്ന പബ്ലിക്ക് ഇത്രയും പോകുന്നൊരു കാര്യത്തിനെ ഊതി വീർപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന ഗോസിപ്പ് വാറൊക്കെയാണ് അതിന് തുടക്കം വരുന്നത്. അങ്ങനെ പല ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ടോം ഹോളണ്ടൊക്കെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് അദ്ദേഹമൊക്കെ ഏതോ ഒരു സമയത്തെങ്ങാണ്ട്, ഇപ്പോഴൊന്നും അറിയില്ല, ലൈക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഫുള്ളി ഡീആക്ടിവേറ്റ് ചെയ്തൊരു ഡോപ്പമിൻ ഡീടോക്സിലേക്കൊക്കെ പോയിട്ടുള്ള ഒരു കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാക്ടറും കൂടി വേണ്ടി, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ഓരോ സെലിബ്രിറ്റീസിൻ്റെയും റിയൽ ലൈഫ് എന്ന് പറയുന്നത്. അവർക്ക് മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, അവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കും, അവരുടെ കരിയർ പ്രഷേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗോസിപ്പ് വാറുകൾ, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വാറുകൾ, അതും ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തതിനൊക്കെ തുടർന്ന് നടത്തുന്ന എന്താ പറയുക, ഇത്രയും നീണ്ടു കിടക്കുന്ന എക്സ്റ്റെൻഡ് ആയി കിടക്കുന്ന പേഴ്സണൽ ലൈഫ് ഇൻ്റർഫിയർ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വാറുകൾ, ഇതൊക്കെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ നമ്മളെപ്പോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ അവരെയും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് ട്രോമകൾ ഉണ്ടാകും, അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകും, അവരുടെ കരിയർ ഗ്രോത്തിനെ വരെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിരാട് കോഹ്ലി ഈ അടുത്ത് ഒരു 2-3 ഡേയ്സ് ഒക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നൊക്കെ റിട്ടയർ ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്, ലൈക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫാൻസിൻ്റെ പെർസ്പെക്റ്റീവാണ്. നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ പൃഥ്വിരാജ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചില ആരാധകർക്ക് അവർ ആരാധിക്കുന്ന ആക്ടേഴ്സിനോട് ഭയങ്കര ഗാഢമായ ആരാധനയൊക്കെ കൂടുമ്പോൾ പിന്നെ ഏതെങ്കിലും സന്ദർഭത്തിൽ ആ ആക്ടറുടെ ഭാഗത്തു നിന്നും
പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കുന്ന അറ്റൻഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ മെൻ്റലി ഇംബാലൻസ്ഡ് ആവും. ലൈക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ഹെയ്റ്റ് ഒക്കെ പിന്നെ അത്രയും നാൾ സ്നേഹിച്ച ആ ആക്ടറോട് ആ ഒരു വ്യക്തിക്ക് തോന്നാം. അങ്ങനെ ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന പടത്തിൽ കാണിക്കുന്ന തന്നെ ഒരു തീമാണ്. ശരിക്കും അതൊരു ഉള്ളൊരു സംഭവമാണ്. അതായത് സോഷ്യൽ മീഡിയ കാണിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ ഇസ് ടു സൈഡ് ഓഫ് എ കോയിൻ. അതായത് ഒരു കോയിൻ്റെ രണ്ട് സൈഡാണ്, നല്ല ഭാഗവുമുണ്ട് ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സൈഡുമുണ്ട്. ലൈക്ക് നമ്മൾ കാണുന്ന റിയൽ ലൈഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സംഭവം കാണുമ്പോൾ, നമ്മൾ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ഗോസിപ്പ് കാണുമ്പോൾ അതിൽ പോയി പങ്കുചേർന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് നമ്മളിങ്ങനെ കളിക്കുമ്പോൾ അവരുടെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നേരത്തെ നമ്മളെ ഭാഗത്ത് നിന്ന് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞു, എത്രത്തോളം ഡേഞ്ചറസ് ആയിരിക്കും അത്. ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ആറാട്ടണ്ണൻ ഈ മോഹൻലാലിൻ്റെ ഒക്കെ ഭയങ്കര കട്ട ആരാധകനായിരുന്നു. ഇപ്പോഴും ആരാധകനാണ്. എങ്കിലും മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആരാണ് നിത്യാമേനൻ്റെ ഭാഗത്തു നിന്നൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചൊരു, അല്ലെങ്കിൽ എന്താണ് അയാൾ ആഗ്രഹിച്ചൊരു അറ്റൻഷൻ കിട്ടാതെ ആയപ്പോൾ പിന്നീട് വേറെ ഒരു ഫ്രെയിമിൽ വന്നിട്ട്, വേറെ ഒരു എന്താ പറയുക ഒരു സ്ക്രീനിൽ വന്നിട്ട് പറയാണ് അവർക്കെതിരെ ഫോൾസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്താണ് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഫാൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവും, ഓരോ ഫാൻസും കാണുന്ന, എല്ലാ ഫാൻസും ഒരുപോലെയാണെന്നല്ല പറയുന്നത്, നല്ല ഫാൻസും ഉണ്ട്. ഒരു ഫാൻസ് കാണുന്നതും നമ്മൾ ഫാൻസ് എന്ന രീതിയിൽ സെലിബ്രിറ്റീസിനെ കാണുന്ന അവരുടെ റിയൽ ലൈഫിൽ നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെപ്പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ മനുഷ്യരാണ്. അവർക്കും വിഷമങ്ങളുണ്ട്, അവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വാട്ട്സ് അവർ ടേക്ക് ഓൺ ദിസ്? ഈ നമ്മൾക്കിതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു മുന്നിട്ട് പോയിട്ട് FIR ഫയൽ ചെയ്യാനോ കേസ് ഫയൽ ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതെന്തായാലും ലൈക്ക് സെലിബ്രിറ്റി ഗോസിപ്പായാലും അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കണ്ടന്റുകളായാലും നമ്മൾ ചൂസ് ചെയ്യുന്ന കണ്ടന്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾക്ക് വാല്യൂ ഉള്ള, നമ്മൾക്ക് മൂല്യമുള്ള കണ്ടന്റുകളായിരിക്കണമെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള അൺനെസസറി ആയിട്ടുള്ള സെലിബ്രിറ്റി ഗോസിപ്പുകൾ, സെലിബ്രിറ്റി വാറുകൾ, സോഷ്യൽ മീഡിയ കൺഫ്ലിക്റ്റുകൾ, അങ്ങനെയായിട്ടുള്ള ഇങ്ങനത്തെ അൺനെസസറി ആയിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഭാഗമാവാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യവുമില്ലാതെ അല്ലെങ്കിൽ കാര്യമെന്താണെന്ന് പോലും അറിയാതെ ഒരു സെലിബ്രിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ്റെ പോലും ഇങ്ങനെയുള്ള പോസ്റ്റുകൾ, അല്ലെങ്കിൽ കോൺട്രവേഴ്സി പോസ്റ്റുകൾ, അല്ലെങ്കിൽ എന്താണ് ഒരു എവിഡൻസും ഇല്ലാത്ത, ഒരു മനുഷ്യനെ തൊലിയൊലിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഗോസിപ്പുകൾ പറയുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ കാര്യങ്ങൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യമെന്ന് പറയുന്നത്. സോ ടു കൺക്ലൂഡ്, എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മളെപ്പോലെ തന്നെ ഈ പറയുന്ന സെലിബ്രിറ്റീസും, നമ്മളെപ്പോലെ തന്നെ ഈ പറയുന്ന ആക്ടേഴ്സും, നമ്മളെപ്പോലെ തന്നെ ഈ പറയുന്ന ക്രിക്കറ്റേഴ്സും എല്ലാവരും മനുഷ്യർ തന്നെയാണ്. സോ ബിവെയർ ഓഫ് വാട്ട് യു പോസ്റ്റ് ആൻഡ് ബിവെയർ ഓഫ് വാട്ട് യു ഷെയർ. താങ്ക് യു.